ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് അലീന കരഞ്ഞും കൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. നമ്മുടെ കൂടെ വരാൻ വേണ്ടി നിന്ന് അലീനയ്ക്ക് എന്തു പറ്റിയെന്ന് ബാലചന്ദ്രൻ്റെ മേളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. മുകളിലേക്ക് നോക്കുകയാണ് എല്ലാവരും കേട്ടോ. വൈജയന്തി മാത്രം അവിടെ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അതെ, പാലാരി വട്ടത്തേക്ക് ഇപ്പോൾ അലീനെ എന്തായാലും പറഞ്ഞു വിടാൻ നിർവാഹമില്ല. പിന്നീട് ഒരു ദിവസം ആവട്ടെ എന്ന് പറയാം. അതെന്താ ബാലചന്ദ്ര അങ്ങനെ എന്ന് മാമച്ചൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ആ കുട്ടി തയ്യാറായിരുന്നില്ലേ, പിന്നെന്താ? ഇപ്പം എന്തായാലും അവളെ വിടാൻ എനിക്ക് സൗകര്യപ്പെടുന്നില്ല, അതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ടാവണം. അല്ല, അത് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാവട്ടെ, അതിനിപ്പോൾ എന്താ, എനിക്കതാ ഇഷ്ടം എന്ന് പറയാനുണ്ട്. അപ്പോഴാണ് വൈജ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇവിടെ പ്രശ്നം, എന്താ ഇവിടെ നടക്കുന്നേ എന്ന് വീണ്ടും പറയട്ടോ. എന്നിട്ട് രോഹിത്ത് കായ് ചൂണ്ടി കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ മേളിൽ നിൽക്കുകയാണെന്ന്. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, പ്രശ്നം ആർക്കാണ് ഇവിടെ ഉള്ളത്? അലീന ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, അതെ, അലീന ഇവിടെ നിൽക്കും തോറും നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ അവൾ ഞങ്ങളോട് പോന്നോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇവിടെ പ്രശ്നമുള്ളവർ ഇതെൻ്റെ വീടാണ്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് കൂടി വരണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അയാൾ മേളിൽ നിന്ന് പറയാം. വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാം കേട്ടോ. വൈജ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയണ്ട, എൻ്റെ മനസ്സമാധാനം കേടാ ഇവളിവിടെ നിൽക്കുന്നത്. ഓ, നിൻ്റെ മനസ്സമാധാനം കേട്, നീ എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അരച്ച് കലക്കി ദോശ ചുട്ട് അതിനെ കരിച്ച് പൊരിച്ചെടുത്ത് നീ വല്ല മീനച്ചാൽ ആറ്റിലും കൊണ്ട് കളയടി. അന്നേരം നിൻ്റെ ഈ ഒരു സമാധാനം കിടങ്ങ് മാറിക്കോളൂന്ന്. എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും ഈ വൈജ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ ആങ്ങള ശിവേട്ടൻ ബാലചന്ദ്രനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചതല്ലേ, ഇന്ന് അവർ വരുമെന്നും പറഞ്ഞല്ലോ. ഓ, വരും, വന്നോട്ടെ, അതിനെന്താ, അവരോട് വരണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവളെ എന്തായാലും അടിച്ച് പുറത്താക്കും. അതിന് നല്ലത് ഇവരോട് പോകുന്നതല്ലേ നല്ലതെന്ന് പറയാം. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിൻ്റെ ആങ്ങളെയോ നീയോ അല്ല. അതൊക്കെ നിനക്ക് കൈതൊക്കെ വീട്ടിൽ പോയി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ബാലചന്ദ്രൻ്റെ തീരുമാനങ്ങൾക്കാണ് വലുത്, അതേ ഇവിടെ നടക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ എല്ലാവരും ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനോട് വീണ്ടും ഗ്രേസമ്മ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടിക്കൊണ്ട് നിന്നാൽ ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെടില്ലേ? ആർക്കാ സമാധാനം നഷ്ടപ്പെടണേ? നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അവളെ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വീണ്ടും അലീനെക്കുറിച്ച് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മേളിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അലീനെ നിങ്ങൾക്ക് വിട്ടുതരാം, പക്ഷേ രേവതി കുട്ടീനെ നിങ്ങൾ എനിക്ക് വിട്ടുതരാവും ചോദിക്കുന്നുണ്ട്. അയ്യോ, അത് കേൾക്കുമ്പോൾ ഗ്രേസി പെട്ടെന്ന് രേവതി ചേർത്ത് വെച്ച്, ഇല്ലില്ല, ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് അലീനയും, ഞാനും അവളെ ആർക്കും കൊടുക്കത്തില്ല. ഇത്രയും പറയാം. അപ്പോൾ അലീനയെ കണ്ടൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകാട്ടോ. അലീന എന്നിട്ട് ആ ഡൈനിങ് ഹാളിൻ്റെ ആ ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന് കരയുമ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് വൈജ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ ഇന്ന് പോവാന്ന് ഇപ്പോൾ സമ്മതിച്ചതല്ലേ എടി, എന്നിട്ട് എന്താടി നീ പോവാത്ത? അല്ല, ബാലചന്ദ്രൻ സാറ് പോകണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ബാലേന്ദ്രൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോവില്ലേ? നിന്നോട് എൻ്റെ ആങ്ങളമാരിവിടെ വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കൂടി, നീ എന്താ ബാലചന്ദ്രൻ്റെ അടിമയാണോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മേളിൽ നിന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, വൈജയെ നീ മിണ്ടാതിരുന്നോ? നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ, അല്ലെങ്കിൽ നിൻ്റെ ആങ്ങളമാരോട് പോയി പറ, അല്ലാതെ അവളോട് തട്ടിക്കറിയേണ്ട കാര്യം നിനക്കില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അവസാനം ഗ്രേസമ്മ വന്ന് അടുത്തൊന്ന് പറഞ്ഞ, മോളെ ബാലചന്ദ്രൻ വരണ്ടാന്ന് പറഞ്ഞാലും നിനക്ക് ഞങ്ങളോട് പോന്നൂടെ? ഇല്ല ആൻറ്റി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റില്ല, സാറ് പറയാതെ എനിക്ക് ഒരു അടി ഇവിടെ നനങ്ങാൻ കഴിയില്ല, അങ്ങനെയാ കാര്യങ്ങളെന്ന് പറയണ്ട, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ നിവർത്തിയില്ല, ഇതെല്ലാം ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞോളാം ആൻറ്റി എന്ന് പറയാം കേട്ടോ. അവസാനം മാമച്ചൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവിനെയും വഴക്കും കേട്ട് നിൽക്കണം, ഞങ്ങൾക്ക് നേരെയില്ല, നമുക്ക് പോവാം. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാണ്. വെള്ളി നിൽക്കുമ്പോൾ ഗ്രേസിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്, എന്തിൻ്റെ കേടായിരുന്നു, നീ ഒറ്റയിരുത്തി പറഞ്ഞിട്ടടി ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഒരു വഴക്ക് കൊടുക്കുക. രേവതി ഉടനെ ചേച്ചിയുടെ മൂത്തേക്ക് കണ്ടോ ചേച്ചി, ഇതിനെല്ലാം കൂടി ഞാനല്ലേ ഇനി കേൾക്കേണ്ടത്? അപ്പോൾ രേവതിയെ വഴക്ക് പറയണ്ടെന്ന് വെച്ചിട്ട് നേരെ ഗ്രേസമ്മൻ്റെ മാമച്ചൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും അലീന സോറി പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, സോറി, ഞാൻ വരാൻ വേണ്ടി നിന്നതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ ഞങ്ങളോട് വരാൻ പറ്റില്ലായിരുന്നെന്ന് എന്ന് മാമച്ചൻ ചോദിക്കുക. അതല്ല, ഞാൻ വരാൻ തയ്യാറായി തന്നെ ഇരുന്നത്, അതിനിടയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് പറയാമെന്ന് പറയാം. ശരി. അങ്ങനെ ഇവർ വീണ്ടും അകത്തേക്ക് അവർ വണ്ടി കയറി പോവാം. മേളിൽ നിന്ന് ബാലചന്ദ്രൻ ഇതെല്ലാം കാണുകയാണ്. അതിവർ കാണുന്നുണ്ട്. ഗ്രേസമ്മ മാമച്ചനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ദേ മേളിൽ നിന്ന് നോക്കുകയാണെന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് അലീന കരഞ്ഞോ കലങ്ങിയ കണ്ണോടുകൂടി അകത്തേക്ക് കയറി വരുമ്പോൾ വീണ്ടും വൈജയന്തി വിടുന്നില്ല. എടി, നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞതില്ലേ, നിനക്ക് എന്താ അവരുടെ കൂടെ പോയാൽ? അതല്ല, അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന്. ഏതച്ഛൻ? ഓ, നാണമില്ലടി നിനക്ക്, അച്ഛൻ പറഞ്ഞു പോലും.
പക്ഷേ ഇത് നിനക്ക് നല്ലൊരു അവസരമായിരുന്നു. ഇപ്പോൾ എൻ്റെ ആങ്ങളമാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ഒരവസരം തന്നതാ. നിനക്ക് സുഖമായിട്ട് അവരുടെ കൂടെ പോകാമായിരുന്നു. എന്നിട്ടും പോവാതെ പിടിച്ചു നിന്നിരിക്കുന്നു. പിന്നെ ഇന്ന് നിൻ്റെ കാര്യം തീർന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നടി. അവർ വരട്ടെ. 1-2 പേരല്ല, എത്ര പേരാ പറഞ്ഞ് നോക്കിയോ. നിന്നെ വലിച്ചഴച്ച് മുറ്റത്തേക്ക് എറിയും. അതിനേക്കാളും അന്തസ്സായിട്ട് മാന്യമായിട്ടും അവരുടെ കൂടെ ഇറങ്ങി പോവായിരുന്നു. എന്നിട്ട് പോവാതെ കയറി നിന്നിരിക്കുന്നു. പഠിച്ചോടി, നീ അനുഭവിച്ചോളും. അധികം സമയമില്ല. ഇപ്പം അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത്രയും വൈജ പറയാട്ടോ. ബാഗെല്ലാം എടുത്ത് വീണ്ടും അലീന മേളിൽ അകത്ത് റൂമിൽ കൊണ്ട് വയ്ക്കുവാണ്. അപ്പം അവരുടെ കാർ അങ്ങോട്ട് തിരിയണതും വൈജയുടെ സ്വന്തക്കാരുടെ കാറ് വരുന്നുണ്ട്. 2 കാറിലായിട്ട് കുറേ 4-5-7 പേരുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ അവരകത്തേക്ക് കയറി വരുന്നു. അത് കണ്ട് അലീന പേടിച്ച് പറിച്ച് നേരെ മേളിലേക്ക് ഓടുന്നുണ്ടോ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. അവരാരും ഒന്നും ചെയ്യില്ല. അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവർ ഒത്തിരി പേരുണ്ട്. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇത് എൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലാനോ എന്നെ പറയാനൊന്നും അവർക്ക് യാതൊരു അധികാരവും ഇല്ല. പിന്നെ വേറൊരു കാര്യം, ഞാനിതെല്ലാം പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നീ വിളിച്ചേക്കണം പോലീസിനെ. 100-ൽ, മനസ്സിലായോ? എത്രയാ നമ്പർ മറന്നു പോകരുത്, 100. അങ്ങനെ അലീനയെ അതൊക്കെ ഏൽപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, വന്നവരൊക്കെ അവരുടെയൊക്കെ മുന്നിൽ ഒന്ന് ഡീസൻ്റായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. വേഷമൊക്കെ മാറി വരാം. അങ്ങനെ വേഷം മാറാനായിട്ട് അകത്ത് പോവാണ്. ആ സമയം അലീന പുറത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. താഴെയാണെങ്കിൽ ചർച്ച നടക്കുകയാണ് കേട്ടോ. എവിടെ ബാലചന്ദ്രൻ എന്തിയെ, പിള്ളേരെന്തിയെ, അലീന ഇവിടെ ഉണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ വൈജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശിവേട്ട അവളിന്ന് പോകാൻ വേണ്ടി നിന്നതാ. ആ പാലാരി പെട്ടെന്ന് കുറച്ച് ഫ്രോഡുകൾ വന്നിരുന്നു അവളെ കൊണ്ടുപോകാനായിട്ട്. പോകാൻ വേണ്ടി അവളെല്ലാം റെഡിയായി നിന്നപ്പോൾ ബാലചന്ദ്രനെ വിട്ടില്ല. വീണ്ടും അവൾ ഇവിടെയായി. അപ്പോൾ അവൾ പോവാൻ റെഡിയാണ്, ബാലചന്ദ്രനാണ് വിടാത്തതല്ലേ. അതെ, ബബിതേ നീ പോയി അച്ഛനോട് പറ താഴേക്ക് വരാൻ. ബബിതയ്ക്ക് ചെറിയ മടിയുണ്ട് പോവാൻ. അനുവാദം ഇല്ലാതെ ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാനുള്ള അധികാരം ഇല്ലല്ലോ. അപ്പോൾ തന്നെ കമല പറയാം, പിള്ളേർക്ക് വരെ ഭയങ്കര പേടിയാണ് ബാലചന്ദ്രൻ്റെ റൂമിൽ പോകാനും. അധികാരം പോലും ഇല്ല, പറയണം എന്നാലേ ചെല്ലാൻ പറ്റൂ. പക്ഷേ അലീനയ്ക്ക് ഏത് രാത്രി വേണമെങ്കിലും ബാലചന്ദ്രൻ്റെ റൂമിൽ ചെന്ന് കയറാം. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് കമല അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. അവസാനം വീണ്ടും വൈജ നിർബന്ധിക്കുമ്പോൾ നമ്മൾ ഭവിത മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീന അവിടെ നിൽക്കുക. അലീനെ ഒന്ന് ചെറിഞ്ഞ് നോക്കിയിട്ട് അച്ഛനെ വിളിക്കുകയാണ്. അങ്ങനെ എന്താ മോളെ, കാര്യം എന്താ? താഴോട്ട് വരാമെന്ന് ചോദിക്കുന്നു. അവിടെ എല്ലാവരും വന്നിരിപ്പുണ്ട്. എന്നാൽ ഞാൻ വന്നേക്കാം, ചെല്ല്, ഞാൻ വന്നോളാം എന്ന് പറയാം. ആ കൊച്ചു താഴേക്ക് ഇറങ്ങുമ്പോൾ അലീന പേടിച്ച് പറിച്ച് നിൽക്കുകയല്ലേ. അലീനോട് പറയാം, മോളെ ഞാൻ താഴേക്ക് പോവാണ്. അവിടെ സംസാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉച്ചത്തിൽ ബഹളമൊക്കെ കേൾക്കാം. നീ അതൊന്നും കേട്ട് പേടിക്കണ്ട. പക്ഷേ നീ അങ്ങോട്ട് വരികയും ചെയ്യരുത്. ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നോണം. വാതിലടച്ച് കുറ്റിയിട്ടോളണം. ഞാൻ വന്ന് വിളിക്കും. എൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം നീ തുറന്നാൽ മതി. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അലീനെ മുറിക്കകത്താക്കി ഡോറൊക്കെ പൂട്ടിയിട്ട് നേരെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഡിജിറ്റൽ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്